വെൽക്കം ടു മൈ ലോകം. ഞങ്ങളിപ്പോൾ ഉള്ളത് കേരള ക്രാഫ്റ്റ്സ് ആൻഡ് വില്ലേജ് ട്രിവാൻഡ്രത്ത് കോളത്തുള്ളൊരു സ്ഥലത്താണ്. ഇത് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥലമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഞങ്ങൾ ഓണത്തിൻ്റെ തലേ ദിവസം ഉത്രാട ദിവസമാണ് ഇവിടെ വന്നിട്ടുള്ളത്. എല്ലാവരും ഇങ്ങോട്ട് വരണം. ഇപ്പം നമ്മൾ രാത്രി ഇപ്പോൾ 7 മണി ഏകദേശം ആവാറായി. ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. നമുക്ക് എല്ലാവർക്കും ഒരാൾക്ക് എൻട്രി ഫീസ് 100 റുപ്പീസാണ്. ഞാൻ ഇവിടെ എല്ലാം ചുറ്റി കാണിച്ചു തരാം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഈവനിങ് സൺസെറ്റ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ മനോഹരമായ പിക്ചേഴ്സ് നമുക്ക് എടുക്കാം. ഫാമിലി ആയിട്ട് വരാം. ഇവിടെ കുറേ ചെറിയ ചെറിയ സ്റ്റോൾസ് ഉണ്ട്. എല്ലാം നമുക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഫോട്ടോസ് എടുക്കുന്ന ലക്ഷ്യത്തിലാണ് ഞാനിവിടെ വന്നത്. കുറച്ച് ഫോട്ടോ എടുക്കണം, കുറച്ച് വീഡിയോ എടുക്കണം, അത്രയൊക്കെ തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഫീല് നല്ല ഒരു ഫീലായിരുന്നു. മുതിർന്ന ആൾക്കാർക്കാണെങ്കിലും കുഞ്ഞു പിള്ളേർക്കാണെങ്കിലും ഇവിടെ വന്നാൽ നല്ല ഇഷ്ടമാവും. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. പിന്നെ അവിടെ എന്താ പറയുക, ഒരു പഴയ തറവാട്ടിലൊക്കെ വന്നൊരു ഫീലാണ്. കുട്ടികൾക്കാണെങ്കിൽ ഓടി കളിക്കാൻ നിറയെ സ്ഥലമുണ്ട്. വ്യത്യസ്തമായ പേരുകളിലുള്ള ക്രാഫ്റ്റ്സ് ആണ് ഞാൻ അവിടെ കണ്ടത്. ഉഗാണ്ട ക്രാഫ്റ്റ്, കോക്കനട്ട് ഹസ്ക് ക്രാഫ്റ്റ്, ഇങ്ങനെ ഓരോ പേരുകളിൽ. ഇതിനകത്തൊക്കെ കയറി നോക്കുമ്പോൾ കാണാവുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഓരോ ക്രാഫ്റ്റ് ഷിപ്സ് എങ്ങനെയാണ് രൂപീകരിക്കുന്നതെന്ന് ഇവിടെ വന്ന് നോക്കി തന്നെ കാണേണ്ടതാണ്. നമ്മൾ എൻട്രൻസിൽ കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു മാപ്പ് ഉണ്ട്. ഇതിനകത്ത് പോകുമ്പോൾ അവിടെ ഏതൊക്കെ സ്റ്റോൾസ് ഉണ്ട്, എന്തൊക്കെ ക്രാഫ്റ്റ്സ് നമുക്ക് കാണാൻ പറ്റും. എല്ലായിടത്തും മനോഹരമായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈവൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ഥലവും കണ്ടാൽ ഭയങ്കര ഭംഗിയായിട്ട് തോന്നും. എല്ലാ കോർണറും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇവിടെ നമുക്ക് ക്രാഫ്റ്റ് അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. എന്താണ് അവർ ചെയ്യുന്ന ആർട്ട് വർക്ക് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. മാത്രമല്ല ചില പ്രോഡക്റ്റ്സ് എല്ലാം അവർ എക്സിബിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ വിൽക്കുന്നുമുണ്ട്, നമുക്ക് സെല്ല് ചെയ്യുന്നുമുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ്സ് മേടിക്കാനും സാധിക്കും. ഈ ഹാൻഡ്ലൂം വില്ലേജിനകത്തുള്ളത് 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോൾസ് ആയിരുന്നു. ചെന്തമംഗലം, ബാലരാമപുരം, പിന്നെ കുത്തമ്പള്ളി. ഇവിടെ കണ്ട ആയാനാണെങ്കിൽ ഒന്നും കാണണ്ട. അവന് ഫുൾ ടൈം ഓടി നടന്ന് കളിച്ചാൽ മതി. അവനെ കാണാൻ കിട്ടാതെ ഞങ്ങൾ തേടി നടന്നപ്പോഴാണ് ഒരു കാട്ടിനുള്ളിൽ കണ്ടെത്തിയത്. ഇവനൊന്ന് പേടിപ്പിച്ചാലേ അവൻ ഓടി വരുള്ളൂ തിരിച്ച്. പിന്നെ സമയം കുറച്ച് ഇരുട്ടിയപ്പോൾ അവിടെ എല്ലാം ലൈറ്റ് ഇട്ട് തുടങ്ങി. ലൈറ്റ് ഇട്ടപ്പോൾ അവിടെ വേറൊരു ഡിഫറെൻറ്റ് ഫീലായിരുന്നു. ഇതൊരു അകത്തളം പോലെയുള്ളൊരു സ്ഥലമായിരുന്നു. ഇവിടെ ചുറ്റും നിറയെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് എംപോറിയം എന്ന് പറഞ്ഞൊരു പ്ലേസ് ഉണ്ട്. അവിടെ കാണുന്ന ഒരു ബിഗ് പിക്ചറാണ്. അത് ഫുൾ ഹാൻഡ് പെയിൻറ്റഡ് ആണ്. എംപോറിയത്തിനകത്ത് പോയി കഴിഞ്ഞാൽ അവിടെയും കുറേ ഡിഫറെൻറ്റ് സാധനങ്ങൾ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെല്ല് ചെയ്യാനും വെച്ചിട്ടുണ്ട് കേട്ടോ. ആയാൻകുട്ടനാണെങ്കിൽ എല്ലാം കണ്ടിട്ട് വാവ് വാവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതൊന്നും വലിയ അത്ഭുതമായിട്ട് തോന്നില്ല. പക്ഷെ ഫോറിനേഴ്സിന് കൂടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇഷ്ടപ്പെടും. എനിക്ക് ഈ സ്പൈസ് ബോക്സ് നല്ല ഇഷ്ടമായിട്ടോ. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഓരോ മുക്കും മൂലയും. ഒരു പൊടിയില്ല, ഒരു ഡസ്റ്റ് ഇല്ല, ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇപ്പം ഇവിടുത്തെ ഓരോ ആർട്ട് വർക്ക് നോക്കുമ്പോഴാണ് അവർ ഈ ആർട്ട് മാൻ്റെ ക്രാഫ്റ്റ്ഷിപ്പ് എത്ര ദിവസത്തെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു പക്ഷെ ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ട് ചെയ്തിട്ടുള്ള പല ആർട്സും ഇവിടെ ഉണ്ടാവും. ഫോറിനേഴ്സൊക്കെ വരുമ്പോൾ അവർക്ക് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും ഇവിടുത്തെ ആർട്ടിനെ പറ്റി പറഞ്ഞു കൊടുക്കാനൊക്കെ ഗൈഡ് കാണുമായിരിക്കും. എൻ്റെ അടുത്ത ടെൻഷൻ അയാൻ ഇതൊന്നും എടുത്ത് താഴെ എറിഞ്ഞ് പൊട്ടിക്കല്ലേന്നായിരുന്നു. അവനെല്ലാം കണ്ടപ്പോൾ എക്സൈറ്റിംഗ് ആയിരുന്നു. ഏതെടുക്കണം എന്നൊരു കൺഫ്യൂഷനായിരുന്നു. യൂഷ്വലി അവൻ ടോയ് ഷോപ്പിൽ പോകുമ്പോൾ കാണുന്ന അതേ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. കുട്ടികളെ പറ്റിക്കാനുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു.
ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ യുണീക്ക് സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. പാത്രങ്ങളായാലും ഓരോ ശില്പങ്ങളായാലും എല്ലാ സാധനങ്ങൾക്കും ഓരോ യുണീക്ക്നെസ് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഫുള്ളി വെന്റിലേറ്റഡ് ആയിരുന്ന കാരണം ഒട്ടും ക്ഷീണം ഉണ്ടായിരുന്നില്ല. എത്ര സമയം വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാം. ഈ എംപോറിയം ഉള്ളതൊരു സെപ്പറേറ്റ് ബിൽഡിംഗ് ആണ്. അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറ് ഫോർ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അവിടെ മൊത്തം പെയിൻറ്റിങ്സ് ആയിരുന്നു. അതും അവർ സെല്ല് ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെയിൻറ്റിങ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കോവളം വന്നാൽ മിസ് ചെയ്യാണ്ടൊരു കാണേണ്ട സ്ഥലമാണ് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ്.